വീണ്ടും തിരുവനന്തപുരത്തെ പ്രതിഷേധ ദൃശ്യങ്ങളിലേക്കാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. ഇത് തിരുവനന്തപുരത്തെ മാർച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്നും MG പ്രതീഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രതീക്ഷ, ഈ തിരുവനന്തപുരത്തെ മാർച്ച് അത് പല സമയത്തും പോലീസുമായുള്ള വാക്കുതർക്കം, അതുപോലെ ഉന്തും തള്ളും, ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം, അതൊരു സംഘർഷത്തിലേക്ക് പലപ്പോഴും പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ മതിൽ കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ്. പോലീസുകാർ ഇവിടെ നിന്നത് തടയുന്നുണ്ട്, പലതവണ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന രീതിയിൽ പ്രതിഷേധം തുടരുകയാണോ അവർ? മതിൽ ചാടിക്കടന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. റോഡിൽ പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും ആ ബാരിക്കേഡിന് തൊട്ട് സമീപത്തുള്ള പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ഗേറ്റ് തള്ളി തുറക്കുകയും ഈ ട്രെയിനിങ് കോളേജിന്റെ ഗേറ്റ് വഴി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകാനാണ് പ്രവർത്തകരുടെ ശ്രമം. ഈ മതിലിന്റെ അപ്പുറത്ത് പോലീസും ഇപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട്. ഈ മതില് ചാടിക്കടക്കാനുള്ള ശ്രമം തൊട്ടപ്പുറത്ത് നിന്ന് പോലീസുകാർ ഇവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് ഈ ഏതെങ്കിലും വഴിയിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ ശ്രമം ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. തൊട്ട് അടുത്ത മതിൽ ചാടിക്കടന്ന് പോകാനാണ് പ്രവർത്തകർ ശ്രമിച്ചത്. പോലീസ് ആ ഒരു ഘട്ടം, അത്തരത്തിലൊരു നീക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ഗേറ്റ് തള്ളി തുറക്കുകയും അതുവഴി തൊട്ടപ്പുറത്തേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടക്കുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പോലീസിന് നേരെ കമ്പും കല്ലും കുപ്പികളും വലിച്ചെറിഞ്ഞ് ഉള്ള ഒരു പ്രകോപനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ പോലീസ് അപ്പോഴും സംയമനം പാലിച്ചു. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ജലപീരങ്കിയുടെ പ്രതിരോധം മാത്രമാണ് പോലീസ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് മതിൽ നിന്ന് ഇപ്പോൾ പ്രവർത്തകർ പിന്തിരിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇവർ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. തുടർച്ചയായി ഇവർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം. വീണ്ടും ഈ സംഘം ചേർന്ന് ഈ ബാരിക്കേഡിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. പ്രധാനമായും ഈ കോട്ടയത്തുണ്ടായ അപകടം, ആ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം, അതിന് ഉത്തരവാദി ആരോഗ്യമന്ത്രിയാണ് എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന കാര്യം. ഇതിന് ഒപ്പം തന്നെ തുടർച്ചയായി ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം, ആരോഗ്യവകുപ്പിനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉണ്ടാകുന്നു, പരാതികൾ ഉണ്ടാകുന്നു, എന്നിട്ടും കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരും. രാജി ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അതിൻ്റെ ഭാഗമായാണ് വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടക്കുന്നത്. നിലവിൽ ആരോഗ്യമന്ത്രി ഔദ്യോഗിക വസതിയിലില്ല. മന്ത്രി ഇന്നലെ തന്നെ പത്തനംതിട്ടയിലേക്ക് പോയിരുന്നു. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മന്ത്രി ഇല്ലെങ്കിൽ പോലും ഒരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നലെയും സമാനമായ വലിയ പ്രതിഷേധമായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ക്രിസ്റ്റീന, വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. തുടർച്ചയായി ജലപീരങ്കി നിർത്താതെ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ആ ബാരിക്കേഡിന് മുന്നിൽ തറയിൽ കിടന്നും കൂട്ടമായി നിന്നുമൊക്കെയുള്ള ഒരു പ്രതിരോധമാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മന്ത്രി രാജിവെക്കും വരെ സമരം എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെയും നിലപാട്. അത്തരത്തിലൊരു വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പല ഘട്ടങ്ങളിലും ഈ പ്രവർത്തകർ പോലീസിന് നേരെ പ്രകോപനം തീർത്തിരുന്നു. കുപ്പിയും കമ്പും കല്ലും ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. പക്ഷേ അപ്പോഴും പോലീസ് സംയമനം പാലിച്ചു. ജലപീരങ്കി പ്രയോഗിച്ച് പിന്തിരിപ്പിക്കാനുള്ള തുടർച്ചയായുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്.